തലസ്ഥാനത്ത് വീണ്ടും ഗുണ്ടാക്രമണം. തലസ്ഥാനത്ത് ഗുണ്ടാക്രമണം ഉണ്ടായത് ഇന്നലെയാണ്. മകനെയും അച്ഛനെയും നടുറോഡിൽ തല്ലിച്ചതച്ചു. BSNL ഉദ്യോഗസ്ഥൻ രാജേഷും മകൻ അഭിനവനുമാണ് മർദ്ദനമേറ്റത്. തകരപ്പറമ്പ് കുട്ടൻ എന്ന ഗുണ്ടയുടെ നേതൃത്വത്തിലാണ് ആക്രമണം ഉണ്ടായത്. ഹോൺ മുഴക്കിയത് ഇഷ്ടപ്പെടാത്ത ഗുണ്ടാക്കുട്ടൻ പുറത്തിറങ്ങി ഇരുവരെയും മർദ്ദിക്കായിരുന്നു. ജിബിൻ JB സംഭവ സ്ഥലത്ത് തയ്യാറാക്കിയ റിപ്പോർട്ട്. കഴിഞ്ഞ ദിവസം രാത്രി 8 മണിക്കാണ് ഈ സംഭവങ്ങളുടെ തുടക്കം. BSNL ഉദ്യോഗസ്ഥനായിട്ടുള്ള രാജേഷ്, അദ്ദേഹത്തിന്റെ മകൻ അഭിനവ് +2 വിദ്യാർത്ഥിയാണ്. ഈ അഭിനവ് ട്യൂഷൻ കഴിഞ്ഞ് വീട്ടിലേക്ക് കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ടാണ് രാജേഷ് തന്റെ ഇരുചക്ര വാഹനത്തിൽ കൈതമുക്ക് ഭാഗത്തേക്ക് എത്തുന്നത്. അവിടെ നിന്ന് കൈതമുക്ക് ഭാഗത്ത് നിന്ന് ഇവരുടെ അപ്പാർട്ട്മെന്റ് ഇരിക്കുന്ന ശ്രീകണ്ഠേശ്വരം ഭാഗത്തേക്ക് പോകുന്നത് ഈ കാണുന്ന റോഡ് വഴിയാണ്. ഡോക്ടർ ചന്ദ്രശേഖർ നായർ റോഡ് വഴിയാണ് ഇവരുടെ ഈ കൈതമുക്കിൽ നിന്ന് ശ്രീകണ്ഠേശ്വരത്തേക്ക് പോകുന്നത്. അങ്ങനെ ഈ ഇരുചക്ര വാഹനം ഈ റോഡിലേക്ക്, പ്രധാന റോഡിൽ നിന്ന് ഇങ്ങോട്ടേക്ക് കയറുന്ന സ്ഥലത്താണ് ഈ കുട്ടൻ എന്ന് പറയുന്ന ഗുണ്ടാ നേതാവിന്റെ കാർ ഇവിടെ പാർക്ക് ചെയ്തിരുന്നത്. പക്ഷേ ഈ കാർ പാർക്ക് ചെയ്തിരുന്ന കാരണം ഇവർക്ക് ഈ റോഡിലേക്ക് കയറാൻ സാധിച്ചിരുന്നില്ല. തുടർന്ന് രാജേഷും മകനും സഞ്ചരിച്ചിരുന്ന ഇരുചക്ര വാഹനത്തിൽ രാജേഷ് ഹോൺ മുഴക്കി. ഇതിൽ പ്രകോപിതനായാണ് ഈ ഗുണ്ടാ നേതാവായിട്ടുള്ള തകരപ്പറമ്പ് കുട്ടനും സുഹൃത്തും ചേർന്നുകൊണ്ട് രാജേഷിനെ മകനും ഈ കാണുന്ന സ്ഥലത്ത് വെച്ച് അതിക്രൂരമായി തന്നെ മർദ്ദിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. റോഡിലോട്ട് വളയുന്ന സമയത്ത് 2 കാറുകൾ പാരലായിട്ട് നിൽക്കുകയായിരുന്നു. അപ്പോൾ പോകാൻ സ്ഥലമില്ലായിരുന്നു. അപ്പോൾ ഞാൻ ഹോൺ അടിച്ചപ്പോഴത്തേക്ക് അയാൾ പറഞ്ഞ് നമ്മൾ ഫ്രണ്ടുമായിട്ട് സംസാരിക്കുകയാണ്, കുറച്ച് കഴിഞ്ഞ് മാറ്റാൻ പറ്റുള്ളൂ എന്നുള്ള രീതി. അപ്പോൾ ഞാൻ വീണ്ടും കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ വീണ്ടും ഹോൺ അടിച്ചപ്പോഴും അയാൾ അടുത്തോട്ട് വന്നിട്ട് ഞാൻ പറഞ്ഞതല്ലേ ഫ്രണ്ടുമായിട്ട് സംസാരിക്കണം, നിനക്ക് അത്ര ധൃതിയാന്ന് പറഞ്ഞിട്ട് എന്നെ മർദ്ദിച്ച് ഇടിച്ച്. രാജേഷിനെയും മകനെയും അതിക്രൂരമായി ഇവിടെ വെച്ച് മർദ്ദിക്കുന്നു. രാജേഷിന്റെ കൈവശം ഉണ്ടായിരുന്ന ഹെൽമെറ്റ് ഉപയോഗിച്ചുകൊണ്ടാണ് കുട്ടനും സുഹൃത്തും ചേർന്ന് തലയ്ക്കുൾപ്പെടെ അതിക്രൂരമായി മർദ്ദിച്ച് പരിക്കേൽപ്പിക്കുന്നത്. അതിൽ ഏറ്റവും എടുത്ത് പറയേണ്ട കാര്യം, മർദ്ദനമേറ്റ അഭിനവ് എന്ന് പറയുന്ന കുട്ടിയുടെ പ്രായം വെറും 17 വയസ്സ് മാത്രമാണ്. ഈ 17 വയസ്സുള്ള കുഞ്ഞിനെ ഈ കാണുന്ന സ്ഥലത്ത് ഇവിടെ തറയിൽ നിലത്ത് ചവിട്ടിയിട്ട് അവിടെ വെച്ചാണ് ഈ കുട്ടിയുടെ തലയ്ക്കുൾപ്പെടെ ഗുരുതരമായി തന്നെ ചവിട്ടി പരിക്കേൽപ്പിക്കുകയും ചെയ്തത്. പക്ഷേ നാട്ടുകാർ ഇങ്ങോട്ടേക്ക് നാട്ടുകാർ കൂടുതൽ എത്തിയതിനു ശേഷം മാത്രമാണ് ഈ രാജേഷിനെയും മകനെയും ഇയാൾ ഇവിടെ നിന്ന് ഈ ആക്രമണത്തിൽ നിന്ന് പിന്മാറാനുള്ള ഒരു സാഹചര്യം ഉണ്ടായത്. പക്ഷേ ഇതിനുശേഷം, അതായത് ഈ സംഭവം നടക്കുന്ന സ്ഥലത്ത് നിന്ന് ഏകദേശം 1 കിലോമീറ്റർ അപ്പുറത്താണ് രാജേഷും മകനും താമസിക്കുന്ന അപ്പാർട്ട്മെന്റ്. അതായത് ശ്രീകണ്ഠേശ്വരം ക്ഷേത്രത്തിന് ഏകദേശം ഒരു 50 മീറ്റർ മാത്രം അകലെയാണ് ഇവർ അപ്പാർട്ട്മെന്റിൽ താമസിക്കുന്നത്. ഈ ആക്രമണം നടന്നതിന് ശേഷം ഈ ഗുണ്ടാ നേതാവ് തകരപ്പറമ്പ് കുട്ടനും അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കളും ഈ കാണുന്ന റോഡിൽ കൂടി സഞ്ചരിച്ച് അവരുടെ അപ്പാർട്ട്മെന്റിന് മുന്നിൽ വരെ എത്തി ഭീഷണി മുഴക്കി. ഇതിൽ ഏറ്റവും എടുത്ത് പറയേണ്ട കാര്യം, ഈ സംഭവങ്ങൾക്ക് ശേഷം ഇവർ പോലീസിനെ കൃത്യമായി തന്നെ പരാതി അറിയിച്ചിരുന്നു. പക്ഷേ പോലീസിന്റെ ഭാഗത്ത് നിന്ന് ആദ്യഘട്ടത്തിൽ വലിയ രീതിയിലുള്ള അലംഭാവമുണ്ടായി. പോലീസ് ഇങ്ങോട്ടേക്ക് എത്താനോ ഇവിടെ ഉണ്ടായിരുന്നു, അതായത് ഈ ആക്രമണത്തിന് ശേഷം ഈ സ്ഥലത്ത് തന്നെ തുടർന്ന ഗുണ്ടാ നേതാവിനെ കസ്റ്റഡിയിൽ എടുക്കാൻ പോലും തയ്യാറായിട്ടില്ല. ഇപ്പോൾ ആക്രമണം കഴിഞ്ഞ് ഏകദേശം 15 മണിക്കൂർ പിന്നിട്ടിരിക്കുകയാണ്. ഇതുവരെയും വഞ്ചൂർ പോലീസിന് ഈ കുട്ടനെ പിടികൂടാൻ സാധിച്ചിട്ടില്ല. സന്തോഷ് ശേഖർക്കൊപ്പം ജിബിൻ JB 24 തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.